ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ഓർഗാനിക് കെമിസ്ട്രി അല്ലേ, കാർബണിക രസതന്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രോ കാർബൺസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള അവർ തമ്മിലുള്ള ഒരു കോമ്പൗണ്ട്, അതാണെന്ത് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ഹൈഡ്രോ കാർബൺസ് എന്തായിരിക്കും? കാർബൺ ആൻഡ് ഹൈഡ്രജൻ അല്ലേ. കാർബണും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം അല്ലേ. ഹൈഡ്രോ കാർബൺസ് ആർ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ കാർബണിനെ നമുക്കറിയാം. കാർബണിനെ നമ്മൾ എപ്പോൾ പരിചയപ്പെട്ടാലും എപ്പോൾ എഴുതിയാലും കാർബണിന് ചുറ്റും എത്ര ബോണ്ട് പോകണം? കാർബണിന് ചുറ്റും നമുക്കറിയാം 4 ബോണ്ട് പോകണം അല്ലേ. ബിക്കോസ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് കെ ഷെല്ലിൽ നമ്മൾ 2 കൊടുത്താൽ എൽ ഷെല്ലിൽ 4 അല്ലേ. 2 ഷെല്ലാണുള്ളത്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അല്ലേ, സ്റ്റേബിൾ ആകണമെങ്കിൽ, സ്ഥിരത കൈവരിക്കണമെങ്കിൽ 4 ഇലക്ട്രോൺ കൂടി വേണം. ഓക്കെ, അപ്പോൾ കാർബണിന് എപ്പോഴും 4 ഇലക്ട്രോണാണ് വേണ്ടത് നമുക്കറിയാം. അത് എപ്പോഴും കോവാലൻ്റ് ബോണ്ടിങ്ങിലൂടെയാണ് കാർബൺ എന്ത് ചെയ്യുക? ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്യുക. അതായത് ഷെയറിങ്ങിലൂടെ. കോവാലൻ്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബൈ ഷെയറിങ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ സ്റ്റേബിൾ ആവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ. ദെൻ നമുക്കറിയാം കാർബണിൻ്റെ ഈ ഒരു ബോണ്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ കാർബണിൻ്റെ ഈ ബോണ്ടിങ് ഏകബന്ധനമാവാം, ദ്വിബന്ധനമാവാം, ത്രിബന്ധനമാവാം. അതായത് കാർബണിൻ്റെ ഈ 4 ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുന്നത് സിംഗിൾ ബോണ്ടിലൂടെ ആവാം, ഡബിൾ ബോണ്ടിലൂടെ ആവാം, ട്രിപ്പിൾ ബോണ്ടിലൂടെ ആവാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഹൈഡ്രോ കാർബൺസിനെ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഏതൊക്കെയാണ്? സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയാം. കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരുന്നതിനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയാം. ഇനി കാർബണിൻ്റെ ഇടയിൽ ഡബിളോ ട്രിപ്പിളോ വരികയാണെങ്കിൽ അതിനെ അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് വരുന്നതിനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്നും, കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ആണ് വരുന്നതെങ്കിൽ അൺസാച്ചുറേറ്റഡ് എന്നുമാണ് നമ്മളതിനെ പറയാം. ഓക്കെ, ഇനി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ടിലൂടെ ഫോം ചെയ്യുന്ന, ഏകബന്ധനത്തിലൂടെ ഫോം ചെയ്യുന്ന സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുകയാണ്. ദാറ്റ് ഈസ് ആൽക്കെയിൻ. ആ ബോണ്ടിങ്ങിൻ്റെ പേരെന്താണ്? ആൽക്കെയിൻ. ഓക്കെ, ഇനി അത് ഡബിൾ ബോണ്ടാണെങ്കിലോ അതിനെ നമ്മൾ ആൽക്കീൻ എന്ന് വിളിക്കും. അത് ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനമാണെങ്കിൽ അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കാർബണിൽ ഡബിൾ ബോണ്ടും ഉണ്ട്, സിംഗിൾ ബോണ്ടും ഉണ്ട്, ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഓക്കെ, നമ്മൾ പറഞ്ഞു കാർബണിൻ്റെ സിംഗിൾ ബോണ്ടിനെ നമ്മൾ ആൽക്കെയിൻ എന്ന് വിളിക്കുന്നു. കാർബണിൻ്റെ ഡബിൾ ബോണ്ടിനെ നമ്മൾ ആൽക്കീൻ എന്ന് വിളിക്കുന്നു. കാർബണിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനമാണെങ്കിൽ അതിനെ ആൽക്കൈൻ എന്ന് വിളിക്കുന്നു അല്ലേ. ഇനി ഇവരെ നമുക്ക് ഒരു ജനറൽ ഫോർമുല വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. ഇവർക്കൊരു എന്താണ് ജനറലായിട്ടുള്ള ഭൗതിക രാസ സമവാക്യമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ആൽക്കെയിനിൻ്റെ സമവാക്യമാണ് CnH2n+2. CnH2n+2 എന്ന് പറയുന്നതാണ് ആൽക്കെയിനിൻ്റെ സമവാക്യം. അതായത് നമുക്ക് കിട്ടിയൊരു കോമ്പൗണ്ട് ആൽക്കെയിൻ ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതേപോലെ ആൽക്കീൻ ആണോ എന്നറിയാൻ CnH2n. ദെൻ ആൽക്കെയിൻ ആണെങ്കിലോ CnH2n-2.
ഓക്കെ, അപ്പോൾ ഈ CnH2n എന്ന് പറഞ്ഞാൽ ഈ N മീൻസ് N എന്ന് പറഞ്ഞാൽ എന്താ? N എന്ന് പറഞ്ഞാൽ N മീൻസ് നമ്പർ ഓഫ് കാർബൺ. N മീൻസ് നമ്പർ ഓഫ് കാർബൺ, അതായത് നമ്പർ ഓഫ് കാർബൺ ആണ് എന്ത്? നമ്മുടെ N എന്ന് പറയുന്നത്. കാർബൺ എത്രയാണോ നമ്മൾ നമ്പർ കൊടുക്കുന്നത് അതാണ് N എന്ന് പറഞ്ഞാൽ. ഗിവ് എൻ എക്സാമ്പിൾ. ഞാനിപ്പോൾ ആൽക്കൈൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0ൻ്റെ മുകളിലാണ്, അതായത് എബവ് 0 ആണ് എന്ത്? ആൽക്കൈൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൽക്കൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യ്ക്ക് മുകളിലാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ആൽക്കൈനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടിനെ കണ്ടുപിടിക്കാം. എങ്ങനെയത്? വളരെ സിമ്പിളാണ്. N എന്ന് പറയുന്നതാണ് നമ്മൾ കൊടുക്കുന്ന നമ്പർ. ഓക്കെ, N എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ ഏത് നമ്പറാണോ കാർബൺ കൊടുത്തിട്ടുള്ളത് അതേ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു ആൽക്കൈനിന് 0ക്ക് മുകളിലുള്ളൊരു സംഖ്യ കൊടുക്കണം ആൽക്കൈൻ ആണെങ്കിൽ. അപ്പോൾ 0ക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 നമുക്ക് ഏത് സംഖ്യ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ഇക്വേഷന് കറക്റ്റായിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? Nന് 1 കൊടുക്കുകയാണേ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് എഴുതി നോക്കാം. C1H2 × 1 + 2. ഓക്കെ, ഇത് കൗണ്ട് ചെയ്യൂ. C1 എന്ന് പറയുമ്പോൾ C1 തന്നെയാണ് അല്ലേ? H2 × 1 2 തന്നെയാണ്, +2. അപ്പോൾ 2 + 2 4 അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും കെമിസ്ട്രിയിൽ C1 എന്നുള്ളൊരു നമ്പർ കൊടുക്കാറില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആ 1 അവിടെ നിന്ന് കളയാണ്, കഴിച്ചിട്ട് CH4. ഇതാണ് നമ്മുടെ ആൽക്കൈനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട് അല്ലേ? ഇനി ഇവിടെ 2 കൊടുത്താലോ? ഇവിടെ 2 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. C2H2 × 2 + 2. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? C2H2 × 2 + 2 എന്ന് വരുമ്പോൾ എങ്ങനെ വരും? നോക്കിക്കേ എല്ലാവരും. ഓക്കെ, +2 എന്ന് വരുമ്പോൾ എങ്ങനെ വരും? Cn വരും. C2 എന്ന് അതേപോലെ നമ്മൾ അവിടെ എഴുതുന്നു. C2. ഓക്കെ, ഞാനിവിടെ എഴുതാം. C2 പിന്നെ H2 × 2 എന്ന് വരുമ്പോൾ 4 + 2 6 അല്ലേ? H6. ഇതാണ് നമ്മുടെ ആൽക്കൈനിൻ്റെ സെക്കൻഡ് കോമ്പൗണ്ട്. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോമ്പൗണ്ടിനും എഴുതുക. ഇങ്ങനെ അടുത്തത് എന്താ? അതായത് ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എത്രയാണോ കാർബൺ ആ കാർബണിൻ്റെ ഡബിൾ +2 ആയിരിക്കും ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എത്രയാണോ കാർബൺ അതിൻ്റെ ഡബിൾ +2. ഓക്കെ, ഇനി ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം അല്ലേ? ആൽക്കീനിൻ്റെ ഇക്വേഷൻ എന്താ? Cn, ജനറൽ ഫോർമുല എന്താ? CnH2n, അതായത് എത്രയാണോ കാർബൺ അതിൻ്റെ ഡബിൾ. ഇവിടെ Cn ഒരു n ആണ്, അതിൻ്റെ ഡബിൾ 2n അല്ലേ? അപ്പോൾ CnH2n അതേപോലെ നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ആൽക്കീനിനെയും ആൽക്കൈനിനെയും കൊടുക്കുമ്പോൾ ഇവർക്ക് 2 പേർക്കും കൊടുക്കേണ്ടത് എന്താണ്? 1ന് മുകളിലുള്ള സംഖ്യയാണ്. ആൽക്കൈനിന് 0യ്ക്ക് മുകളിലുള്ള സംഖ്യയാണെങ്കിൽ ആൽക്കീനിനും ആൽക്കൈനിനും കൊടുക്കേണ്ടത് 1ന് മുകളിലുള്ള സംഖ്യയാണ്. 1ന് മുകളിൽ എന്ന് പറയുമ്പോൾ 2 3 4 5 6 അങ്ങനെ കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ C2H2 × 2 എത്രയാണ് നോക്കാം. അതായിരിക്കും ആൽക്കീനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട്. C2H2 × 2 എത്രയാ? C2 2 × 2 4 H4. C2H4 ആയിരിക്കും ആൽക്കീനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട്. C2H4 അല്ലേ? ഇനി അതേപോലെ നമുക്ക് ആൽക്കൈനെ നോക്കാം. ഇതും അതേപോലെ തന്നെയാണ്, 1ന് മുകളിലാണ്. അപ്പം ഇതേപോലെ കൊടുത്ത് നോക്കാം. CnH2n - 2 C2H2 × 2 -2 എത്രയാ? C2 എന്ന് പറയുമ്പോൾ അതേപോലെ C2 എടുത്ത് എഴുതുക. H2 × 2 4 4 - 2 2 H2. ഇതാണ്
ആൽക്കൈനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ട്. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് തന്നു. നമ്മൾക്ക് ആൽക്കൈനും കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ പെട്ടെന്നൊരു കോമ്പൗണ്ടിനെ കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കാർബൺ അതിൻ്റെ നേരെ ഡബിൾ +2 ആണെങ്കിൽ ദാറ്റ് ഈസ് ആൽക്കെയിൻ. ഇനി കാർബൺ അതിൻ്റെ നേരെ ഡബിൾ ആണെങ്കിൽ ദാറ്റ് ഈസ് ആൽക്കീൻ. ഇനി കാർബൺ അതിൻ്റെ നേരെ ഡബിൾ -2 ആണെങ്കിൽ ദാറ്റ് ഈസ് ആൽക്കൈൻ. അപ്പോൾ നമുക്ക് ആൽക്കീനാണോ ആൽക്കൈനാണോ ആൽക്കൈനാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആൽക്കൈൻ എന്താണ്, ആൽക്കീൻ എന്താണ്, ആൽക്കൈൻ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോമോലോഗോ സീരീസിനെ പറ്റിയിട്ടാണ്. എന്താണ്, വാട്ട് യു മീൻ ബൈ ഹോമോലോഗോ സീരീസ്? നിങ്ങൾ ഈ ഒരു കോമ്പൗണ്ടുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയുള്ള നമ്മുടെ ഫസ്റ്റ്, അതായത് നമ്മുടെ ആൽക്കെയിനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടാണ് CH4 അല്ലേ? ആൽക്കെയിനിൻ്റെ ഫസ്റ്റ് കോമ്പൗണ്ടാണ് CH4. അതേപോലെ C2H6, C3H8. ഇവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് നോക്കി ഞങ്ങൾ. ഇവിടെ ഫസ്റ്റ് ഒരു കാർബൺ, ദെൻ സെക്കൻഡ് കോമ്പൗണ്ടിൽ എത്തുമ്പോൾ 2 കാർബൺ, തേർഡ് കോമ്പൗണ്ടിൽ എത്തുമ്പോൾ 3 കാർബൺ, ഫോർത്ത് കോമ്പൗണ്ടിൽ എത്തുമ്പോൾ 4 കാർബൺ അല്ലേ? അതേപോലെ ഹൈഡ്രജൻ്റെ കണക്ക് നോക്കി നിങ്ങൾ. ഫസ്റ്റ് കോമ്പൗണ്ടിൽ 4 ഹൈഡ്രജൻ, പിന്നീട് 6, പിന്നീട് 8, പിന്നീട് 10 അല്ലേ? അപ്പോൾ ഓരോ അടുത്തടുത്തുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർക്കിടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു CH2 ഡിഫറൻസ് ആണ് അല്ലേ? അതായത് CH4ൽ നിന്ന് അടുത്ത കോമ്പൗണ്ടിൽ എത്തുമ്പോൾ ഒരു കാർബണും കൂടി 2 ഹൈഡ്രജനും കൂടി, പിന്നീട് അതിനടുത്തുള്ളത് നോക്കുമ്പോഴോ വീണ്ടും ഒരു കാർബൺ കൂടി, വീണ്ടും 2 ഹൈഡ്രജൻ കൂടി അല്ലേ? അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ CH2 ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ അത്തരം ആ ഒരു ശ്രേണിയാണ് നമ്മൾ ഹോമോലോഗോ സീരീസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഹോമോലോഗോ സീരീസ് എന്ന് പറഞ്ഞാൽ? ദ മെമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ എ ജനറൽ ഫോർമുല അല്ലേ? അതായത് ഇത് ആൽക്കെയിനായാലും ആൽക്കീനായാലും ആൽക്കൈനായാലും എന്താണ്, അവർക്കൊക്കെ ഒരു ജനറൽ ഫോർമുലയുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഫോർമുല വെച്ച് നമുക്കവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ CH2 ഗ്രൂപ്പ് അല്ലേ? അവരുടെ ഓരോ മെമ്പേഴ്സ്, അടുത്തടുത്തുള്ള മെമ്പേഴ്സിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു CH2 ഡിഫറൻസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്തരം ഒരു സീരീസിനെയാണ് നമ്മൾ ഹോമോലോഗോ സീരീസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നോമൻക്ലേച്ചർ. നമ്മുടെ കാർബൺ കോമ്പൗണ്ടുകൾക്ക് പേരിടാൻ പോവാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ 10 പേരുകളാണ്. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന പേരുകളാണ്. മെത്ത്, എത്ത്, പ്രപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡക്ക്. ഓക്കെ, മീഥ്, ഈത്, പ്രപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കാർബൺ കോമ്പൗണ്ടുകൾക്ക് പേരിടുന്ന സമയത്ത് എനിക്കൊരു കാർബൺ കോമ്പൗണ്ടിനെ കിട്ടി. ഗിവൺ എൻ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു CH4 ഞാൻ സ്ലൈഡിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ തന്നു. ഓക്കെ, CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ എനിക്ക് തന്നു. ഓക്കെ, ഈ CH4നെ നോക്കുന്ന സമയത്ത് എനിക്കറിയാം അവിടെ ഒരു കാർബണും 4 ഹൈഡ്രജനാണ് അല്ലേ? CH4 എന്ന് പറയുമ്പോൾ ഒരു കാർബണാണ്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? നമ്മുടെ ഓരോ കാർബണിൻ്റെ നമ്മൾ ഓരോ പേര് പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാർബണിൻ്റെ നെയിം എന്താ? മെത്താണ്. നമ്മൾ ഒന്നാമത്തെ കാർബണിൻ്റെ നെയിം പഠിച്ചത് അല്ലേ? ഒന്നാമത്തെ കാർബണിൻ്റെ നെയിം മെത്താണ്. നമ്മൾ ഒന്നാമത്തെ കാർബണിൻ്റെ നെയിം പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മെത്താണ് ഒരു കാർബണുള്ള കോമ്പൗണ്ടിൻ്റെ പേര് മെത്ത് അല്ലേ? അപ്പോൾ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ കാർബണിൻ്റെ നെയിം നോക്കുക, വേർഡ് റൂട്ട് നോക്കുക. ഇതാണ് വേർഡ് റൂട്ട്, ദിസ് ഈസ് വേർഡ് റൂട്ട്. അപ്പോൾ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വേർഡ് റൂട്ട് നോക്കുക. കാർബൺ എത്രയാണോ ഒരു കോമ്പൗണ്ടിൽ നോക്കുക. ഇവിടെ ഒരു കോമ്പൗണ്ടിൽ ഒരു കാർബൺ ആയതുകൊണ്ട് മെത്ത് എന്ന് ഞാൻ കൊടുക്കുന്നു.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ നോക്കേണ്ടത്, ഇവർ തമ്മിലുള്ള ബോണ്ടിങ് സിംഗിൾ ബോണ്ടാണോ, ഏകബന്ധനമാണോ, ദ്വിബന്ധനമാണോ, ത്രിബന്ധനമാണോ? അതെങ്ങനെ മനസ്സിലാവുക? വളരെ സിമ്പിളാണ്. നമുക്കൊരു CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ കിട്ടി അല്ലേ? CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിനെ എനിക്ക് കിട്ടി. അപ്പോൾ എനിക്കറിയാം ഇത് CH4 ആണെന്ന്. അപ്പം ഞാനതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല വരക്കുകയാണ്. ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിതിനെ ഒരു സ്ട്രക്ചറിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാണ്. CH4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിയും ഉണ്ട്, സിക്ക് ചുറ്റും 4 H ഉണ്ട് അല്ലേ? H4 ആകുമ്പോൾ ഒരു കാർബണും 4 ഹൈഡ്രജനാണ്. അപ്പോൾ ആ ഒരു തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ CH4 ആകുമ്പോൾ നമുക്കറിയാം ഇതാണ് CH4ൻ്റെ സ്ട്രക്ചറൽ ഫോർമുല. ഓക്കെ, ഒരു കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു കാർബണാണ്. ഇവർ ഇടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താ, സിംഗിൾ ബോണ്ടാണ്, ഏകബന്ധനമാണ്. അപ്പം നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? മെത്ത് ഏകബന്ധനമാകുമ്പോൾ എയിനാണ്, ദ്വിബന്ധനമാകുമ്പോൾ ഈനാണ്, ത്രിബന്ധനമാകുമ്പോൾ ഐനാണ് അല്ലേ? അപ്പോൾ ഒരു കാർബൺ ആയതുകൊണ്ട് ഞാൻ മെത്ത് എന്ന് കൊടുക്കുന്നു. ഇനി ഏകബന്ധനമായതുകൊണ്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എയിനും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ പേര് കിട്ടി, ദാറ്റ് ഈസ് മീഥെയ്ൻ അല്ലേ? ഇനി 2 കാർബൺ ആണെങ്കിലോ നോക്കുക, 2 കാർബൺ ആണെങ്കിൽ മെത്ത് എത്ത് കൊടുക്കുക അല്ലേ? എത്ത് കൊടുക്കുന്നു. ഈ അവർ തമ്മിലുള്ള ബോണ്ടിങ് എങ്ങനെയാണെന്ന് നോക്കുക. 2 കാർബണിന് ചുറ്റും 6 ഹൈഡ്രജൻ വരണമെങ്കിൽ ആ ബോണ്ടിങ് എങ്ങനെയായിരിക്കണം? ഇതാ നോക്ക്, സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്ത് കൊടുക്കുക? ഇഥെയ്ൻ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കാര്യം പഠിച്ചു വെക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല, സ്ട്രക്ചറൽ ഫോർമുല ഒക്കെ പഠിച്ചു വെക്കണം. അതായത് ഇതിന് 3 ടൈപ്പിൽ നമുക്ക് എഴുതാനുണ്ട്. അതായത് നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല, അതായത് ഒരു കോമ്പൗണ്ടിനെ എനിക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ അതിനെ ചിത്രരൂപത്തിൽ, ഘടനാരൂപത്തിൽ വരക്കുകയാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ ഘടനാരൂപം ഞാൻ വരക്കുകയാണ്. അപ്പോൾ എനിക്കറിയാം ഒരു കാർബൺ, അതിന് ചുറ്റും 4 ഹൈഡ്രജൻ അല്ലേ? അപ്പോൾ ഇതാണ് അതിൻ്റെ ഘടനാരൂപം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഘടനാരൂപം അഥവാ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിമ്പിളാണ്. ഓരോ കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ പോയി. ഇവിടെ ഇപ്പോൾ ഒരു കാർബൺ ആയതുകൊണ്ട് ഇവിടെ ഒരു കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ. അപ്പോൾ എങ്ങനെ എഴുതണം? CH4. ഇതാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല. ഓക്കെ, ഇനി ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയായിരിക്കും? അത് അതിലും സിമ്പിളാണ്. ടോട്ടൽ എത്ര കാർബൺ, ടോട്ടൽ എത്ര ഹൈഡ്രജൻ. ഇവിടെ ടോട്ടൽ ഒരു കാർബൺ, 4 ഹൈഡ്രജൻ. അപ്പോൾ അതിൻ്റെ മോളിക്കുലാർ ഫോർമുലയും മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ നമുക്ക് വേറൊരാളെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും എന്താണ് ഘടനാരൂപം, സ്ട്രക്ചറൽ ഫോർമുല, എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്രാവാക്യം. ഓക്കെ, ഞാനിവിടെ C2H6 എടുക്കുകയാണ്. C2H6. ഓക്കെ, C2H6 ഞാൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ C2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട് അല്ലേ? C2 എന്ന് പറയുമ്പോൾ 2 കാർബൺ. 2 കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്? ഇവിടെ 6 അല്ലേ? അപ്പോൾ 6 ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇവിടെ 3, ഇപ്പുറത്ത് 3 അല്ലേ? ഓൾറെഡി ഇവിടെ ഒരു കാർബൺ ബോണ്ടിങ് ഉണ്ട്. കഴിച്ച് ബാക്കി എത്രയേ വേണ്ടു? കാർബണിന് ചുറ്റും 4 ബോണ്ടേ പോണ്ടു അല്ലേ? അപ്പോൾ കഴിച്ച് ബാക്കിയുള്ള 3 ബോണ്ടും ഞാനിവിടെ ഹൈഡ്രജനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഇതാണ് എന്ത്? ഘടനാരൂപം അഥവാ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതുക? അത് അതിലും സിമ്പിളാണ്. കണ്ടൻസ്ഡ് ഫോർമുല എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ കാർബണിന് ചുറ്റും എത്ര ഹൈഡ്രജൻ? ഇവിടെ നോക്ക്, ഇവിടെ ഒരു കാർബണിന് ചുറ്റും 1 2 3 അല്ലേ? 1 2 3 3 ഹൈഡ്രജൻ. അപ്പം ഞാനെങ്ങനെ എഴുതാണ്? CH3 സിംഗിൾ ബോണ്ട്, CH3 അടുത്ത കാർബണിന് ചുറ്റും 3 ബോണ്ട്
ഇതാണ് കണ്ടൻസ്ഡ് ഫോർമുല. ഇനി മോളിക്കുലർ ഫോർമുല എഴുതാൻ എങ്ങനെ? അതിലും ഈസിയാണ് മോളിക്കുലർ ഫോർമുല. അതായത് ടോട്ടൽ എത്ര കാർബൺ, ടോട്ടൽ എത്ര ഹൈഡ്രജൻ, ടോട്ടൽ 2 കാർബൺ 3 3 6 ഹൈഡ്രജൻ. അപ്പോൾ എങ്ങനെ എഴുതും? C2H6. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളത് പഠിക്കുക.